നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിപ്പോ പെണ്ണ് കെട്ടുമ്പോ കുഞ്ഞു ഫ്രീ എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ജിതേന്ദ്ര, നിന്റെ കൂടപ്പിറപ്പ് അവൻ. ഇങ്ങനെ ആക്ഷേപിച്ച് തള്ളരുത്. കട്ടായല്ലോ. അതെ മാധവേട്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ കാത്തിരിക്കുന്ന കുറുപ്പിന്റെ മുന്നില് ദീമോൾ അതിനൊരു കാരണമാകണ്ട. മാധവേട്ടൻ അവിടെ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോര്. നീ ആ ചാവി ഇങ്ങെടുക്ക. അക്കുത്തിക്ക് ആന വരുമ്പേ കയ്യെ കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാമക്കടെ കയ്യിലൊരു വാങ്ക് കളിച്ചു. അക്കുത്തിക്ക് ആന വരുമ്പേ കയ്യെ കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം. ഇത് കൊള്ളല്ലോ കളി. അങ്കിളും കൂടി ഇരുന്ന് കളിക്ക്. കൈ വയ്ക്ക്. വന്ദനമ്മ എവിടെ പോന്ന്? ഇവിടെ കൈ വയ്ക്ക്. നമുക്ക് ഒരുമിച്ച് കളിക്കാം. വേണ്ട മോളെ, അത് പറ്റില്ല. ഒരുമിച്ച് കളിക്കാം. ജഗനങ്ങൾ കൈ വയ്ക്ക്. ഈ കയ്യും വയ്ക്ക്. കുത്തി കുത്തു. സുമലതേ, എടി സുമലതേ, എവിടെ പോയി ചത്തെടുക്ക സുമലതേ. വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. എന്താ ഇതൊക്കെ? ഇതെന്താ സത്രമാണോ? കണ്ണിക്കണ്ട എരപ്പാളികൾക്ക് വന്നു കയറാൻ ഇതെന്താ സത്രമാണോന്ന്? എന്താടി നിന്റെ താവറങ്ങിപ്പോയോ? ആദ്യം ഒരുത്തി ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ഇപ്പതാ ഒരു കുട്ടിപ്പിശാചിനെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുക. ഇനി അതിന്റെ ചെലവും കൂടി ഞാൻ വഹിക്കണോ? അതെ, ഇത് കുറുപ്പിന്റെ വീടാ, അല്ലാതെ അഗതി മന്ദിരമല്ല. അമ്മേ, എന്റെ കുഞ്ഞിനെ കൊന്നവളാ വന്ദന. അവളെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കുമ്പോ അവളാ ദിയമോളെ കൂടെ വിളിച്ചോണ്ട് വന്നിരിക്കുക. അമ്മ എന്താ ഒന്നും പറയാതിരുന്നേ? ഇവള് മിണ്ടില്ല. പുന്നാരമോൻ ജഗൻ ഈ നെറികേടുകളെല്ലാം ചെയ്തു കൂട്ടുന്നതേ ഇവളുടെ അറിവോടുകൂടിയാണെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ദിയമോളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല. അതിന്റെ പിന്നില് വ്യക്തമായ ഒരു ലക്ഷ്യം കാണും വന്ദനയ്ക്ക്. അച്ഛനും അമ്മയില്ലാത്ത ആ കുഞ്ഞിന് വന്ദന അമ്മയായില്ലേ, അതുപോലെ ജഗനെ അച്ഛനാക്കാനുള്ള പ്ലാനായിരിക്കും. അവൻ അച്ഛനോ കൊച്ചച്ഛനോ എന്ത് വേഷം വേണോ കെട്ടിക്കോട്ടെ, അതെന്റെ വിഷയമല്ല. ഈ വീടിന്റെ ഗൃഹനാഥൻ ഇപ്പോഴും എപ്പോഴും കരുണാകരക്കുറുപ്പ് തന്നെയാ. ഇവിടെ ഞാൻ പറയുന്നതാണ് നിയമം. അതേ നടക്കൂ, അത് നടക്കാൻ പാടുള്ളൂ. ഇപ്പൊ തന്നെ ആ കൊച്ചിനെ കൊണ്ട് തിരിച്ചു കൊണ്ടുപോയി വിടാൻ നീ ജഗനോട് പറഞ്ഞേരെ. എന്താടി നിനക്കൊരു വൈക്ലഭ്യം? അതോ നീ ഇതിനിടയിൽ ആ മാക്രി കൊച്ചിന്റെ അമ്മുമ്മത്തലെ അവരോധിക്കപ്പെട്ടോ? ആ കുഞ്ഞൊരു പാവമാണെന്നാ തോന്നുന്നത്. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ വന്ദന കുഞ്ഞിനെ തേടി മാധവനായരുടെ വീട്ടിലേക്ക് പോകുന്ന ഞാൻ കരുതിയിരുന്നേ. നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ വന്ദനയ്ക്കാവൂന്ന് തോന്നുന്നില്ല. ആ സ്ഥിതിക്ക് ഒന്നുകിലും വന്ദന അങ്ങോട്ട് പോവുക,
അല്ലെങ്കിൽ ദിയമോൾ ഇവിടെ താമസിക്ക്. അതേ ഉള്ളൂ മാർഗം. ഇതിപ്പോ പെണ്ണ് കിട്ടുമ്പോ കുഞ്ഞു ഫ്രീ എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ജിതേന്ദ്ര, നിന്റെ കൂടപ്പിറപ്പ് അവൻ. ഇങ്ങനെ ആക്ഷേപിച്ച് തള്ളരുത്. അതോ ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ ഇത്രയായിട്ടും ഒരു കുഞ്ഞില്ലാത്തവനാ നീ. നാക്കിനെല്ലില്ലാന്ന് കരുതി വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് ദൈവകോപം വിളിച്ചു വരുത്തരുത്. മിണ്ടിപ്പോരുത്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി പിറക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്റെ ഭാര്യ എന്റെ തോൽവി കാണാൻ കാത്തു നിൽക്കുക. അതെ, പേരക്കുട്ടികളെ ലാളിക്കാൻ യോഗമില്ലെങ്കിൽ അത് വിധിച്ചിട്ടില്ല എന്ന് കുറുപ്പങ്ങ് കരുതും. അല്ലാതെ കണ്ടവന്റെ കുട്ടിയെ ഒക്കത്തെടുത്ത് വെച്ചിട്ട് പി ഊതി കളിപ്പിക്കില്ല ഞാൻ. മനസ്സിലായോ? അതെ, നിന്നോട് അവസാനമായിട്ട് ഞാൻ പറയുക, ആ സാധനത്തിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കണം. കേട്ടല്ലോ? അല്ലെങ്കിൽ ചിലപ്പോ ഞാനതിനെ വിഷം കൊടുത്ത് കൊല്ലും. ഒരമ്മയാവാൻ കഴിയാത്തതിന്റെ ഒളിഞ്ഞു മറഞ്ഞുള്ള കുത്തുവാക്കുകളും സങ്കടവും സഹിച്ചു നടക്കുന്നവളാ ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഒരു കുഞ്ഞ് വയറ്റി വെച്ച് നഷ്ടമായതിന്റെ വേദന മനസ്സിലാവും. നിന്റെ കുഞ്ഞിനെ കൊന്ന ആ ദുഷ്ടത്തിയെ അധിക നാൾ ഇവിടെ വാഴിക്കരുത്. ക്യാമ്പിൽ പങ്കെടുത്തിട്ട് മോള് ഡാൻസ് ഒക്കെ കളിച്ചോ? എനിക്ക് സമ്മാനവും കിട്ടി. ആഹാ, മിടുക്കി. എന്നിട്ട് എവിടെ സമ്മാനം? അതെന്റെ ബാഗിലിരിക്കുക. ആ, എന്നിട്ട് ബാഗ് എവിടെ? അയ്യോ, എന്റെ ബാഗ് അങ്ങിരിക്കാ വന്ദനമ്മേ താരെ. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.